മോളെ ജാനു, ജാനുവേ, ഇവിടെ വന്നേ മോളെ. ഞാൻ എത്ര വിളി വിളിച്ചു, നീ എന്തോ കള്ളം കാണിക്കും അവിടെ? ഞാൻ ഒരു കള്ളം കാണിച്ചില്ല, ഞാൻ അവിടെ നിന്ന് പടം വരയ്ക്കുമായിരുന്നു. ആ ശരി ശരി, വാ ബ്രെഡ് കഴിക്കാം. എനിക്ക് ബ്രെഡ് വേണ്ട, എനിക്ക് നൂഡിൽസ് മതി. ഓ, അപ്പത്തേക്ക് അങ്ങ് പിണങ്ങിയോ? വിഷമിക്കണ്ട കേട്ടോ, അമ്മ ഇപ്പൊ ഉണ്ടാക്കി തരാവേ നൂഡിൽസ്. എന്റെ അമ്മയും കഴിക്കാം കേട്ടോ. ഇപ്പൊ എന്റെ മോക്ക് സന്തോഷമായോ? പിണക്കൊക്കെ മാറിയോ? എന്റെ ശിവനെ, എന്നെ കുഞ്ഞെ ചുട്ടുകൊള്ളുന്നേ. അമ്മാമ്മേ, എന്റെ നെറ്റി കൈ വെച്ചപ്പോൾ നല്ല തണുപ്പ്. എന്റെ ജാനുമോൾ എഴുന്നേൽക്ക്, മാമ കട്ടൻ കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. കട്ടൻ കാപ്പി കുടിച്ചിട്ട് കിടക്കും മോളെ. എഴുന്നേക്ക് മോളെ. കുടിക്കും മോളെ, കുറച്ചുകൂടെ കൂടി മോളെ. കുറച്ച് കുടിക്കുക. വേണ്ട അമ്മാമ്മേ, മതി. അമ്മാമ്മേ, എനിക്ക് അമ്മയെ കാണണം. അമ്മ വന്നാലേ എൻ്റെ ഉമ്മാവ് മാറുള്ളൂ. മരിച്ചുപോയ അമ്മ എങ്ങനെ വരാനാ മോളെ? എന്തിനാ അമ്മാമ്മ കരയുന്നത്? തൊട്ടേനും പിടിച്ചേനും എന്നെ വഴക്ക് പറയുന്ന അമ്മാമ്മ. എത്ര ദിവസമായി എന്നെ വഴക്ക് പറഞ്ഞിട്ട്, പോലും കണ്ണു നിറഞ്ഞിരിക്കുകയാണല്ലോ. അമ്മാമ്മ കരയുമല്ലേ മോളെ, മോളെ വിഷമിക്കണ്ട. ചേച്ചി, ചേച്ചി, ജാനുമോക്ക് എന്തു പറ്റി ചേച്ചി? മോൾക്ക് ഭയങ്കര പനിയാ, ചുട്ടുകൊള്ളുന്നു. ഇല്ല ചേച്ചി, ജാനുമോളെ ആശുപത്രി കൊണ്ടുപോകണ്ടേ? നമുക്ക് കൊണ്ടുപോകാം. ഞാൻ കുറച്ച് കട്ടൻ കാപ്പി കൊടുത്തതേ ഉള്ളൂ.
നീ രാവിലെ വന്നോടാ മാനത്തെ കണ്ണി പിടിക്കാൻ. നിനക്ക് ഒരു പണിയില്ലടാ നേരം വിളിക്കുമ്പോഴേ. നിനക്കെന്താ വേണം? നീ നിന്റെ കാര്യം നോക്ക്. ഇപ്പൊ നിനക്ക് കിട്ടും തവളമാക്രിയെ. ആശാനെ എന്തുണ്ട്? രാവിലെ തുടങ്ങിയോ തുണിയിലൊക്കെ? ഈ വഴി മൊത്തം ചെളിയായി. ആ പശുവിനെ കൊണ്ട് വഴി കെട്ടി എൻ്റെ മുണ്ട് മൊത്തം ചെളി. ഈശ്വരാ, ഇനി എന്നാണ് ഈ വഴിക്ക് ഒന്ന് നേരെയാവുന്നത്? നടക്കാൻ വയ്യ. എങ്ങനെയൊക്കെ കാറ്റ് വീഴ്ചയാണ്. ആടാ കൊച്ചിനെ നീ പള്ളി വെക്കുന്നേ ഉള്ളൂ. ഇച്ചിരി താമസിച്ചു പോയാ പൂപ്പ. രാവിലെ മോടെ വീട്ടിൽ വരാൻ പോവാ. കൊച്ചുമോടെ പിറന്നാളാ. പിറന്നാളിന് അമ്മനെ കൊണ്ടുപോകുന്നില്ലേ പൂപ്പ? അവളും പാടും ഇന്നലെ പോയി. ഞാൻ പോവാ പൂപ്പ. മിസ് പോരാറായോ? പെട്ടെന്ന് പോവാ ചേട്ടാ. എന്നാ ശരിയാവേ. ഒരു സാധനം വെച്ചെടുത്ത് കാണത്തില്ല. ഇത് എവിടെ കിടക്കുവത്? പ്രതീക്ഷ അവിടെ നിന്നെ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ് അടി? കാര്യം പറ. നിന്റെ കുഞ്ഞിന്റെ പിറന്നാളാണെന്ന് ഓർമ്മയുണ്ടല്ലോ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതിലിപ്പോ എന്താ വേണം വെച്ചാ? എന്റെ ജാനുമോളുടെ നല്ലൊരു ദിവസമായിരുന്നു. എന്റെ പൊന്നുമോൻ, നിന്റെ ഭാര്യ ദേവോദ്രം ഒന്നും ചെയ്യരുത്. നീ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വയറ്റിൽ കിടക്കണം. ദേവി ചെയ്ത് മറ്റു വിഷയങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കരുത്. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കിയിരുന്നോണം. കഴിഞ്ഞോ? എന്റെ ഭാര്യ തല്ലിയോ കൊല്ലിയോ എന്ത് ചെയ്യും? തനിക്കെന്തോണോ ചെയ്തത്? വയസ്സായാലും ഒരു മൂല അടങ്ങി ഉറങ്ങിയാണ് ഇരുന്നോണം. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. എന്റെ സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ എല്ലാത്തിനെയും പിടിച്ചാൽ കത്തിച്ചളയും. കേട്ടോടോ? നീ ഒന്നും പറയുന്നില്ല. ഞാൻ വല്ലതും പറഞ്ഞെന്നുണ്ടെങ്കിൽ, തെറ്റായി പോയെന്നുണ്ടെങ്കിൽ നീ ക്ഷമിക്കേ. അയാളൊരു സോക്കേട്. നല്ലൊരു ദിവസമായിട്ട് ഇന്ന് നിങ്ങൾ കുടിച്ചിട്ട് വന്നല്ലോ. എന്തുപടി ഇത്ര കുഴപ്പം? എന്തൊരു നാറ്റാ. ഈ നാറ്റം വെച്ചിട്ടാ കുഞ്ഞിനെ കുഞ്ഞ് എന്റെ അല്ല പറഞ്ഞു കേട്ടാ. ഞാൻ പറയണൊന്ന് മനസ്സിലാക്കുങ്ങള്. നിന്റെ അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. അടിക്കില്ല ഏട്ടാ. നിനക്ക് എന്റെ നാറ്റം വെല്ലുവിളി. നിന്റെ നാറ്റം തീർക്കാടിയ നാറ്റം. എടി നിനക്ക് എന്നെ നാറ്റം. എടി കാണിച്ചരാടി. എടി നിനക്ക് എന്നെ നാറ്റം. എടി നാട്ടോട് കുഴപ്പമില്ല, നിനക്ക് മാത്രമേ നാറ്റമുള്ളൂ. നിന്റെ നാറ്റം ഞാൻ മാറ്റിത്തരാം. എടി കാണിച്ചരാടി. ഇത് കത്തുന്നില്ല. അയ്യോ എന്റെ പൊന്നുമോളെ, പൊന്നുമോളെ. അയ്യോ എന്റെ കുഞ്ഞിനെ കൊന്നേ. അയ്യോ എന്റെ കുഞ്ഞിനെ കൊന്നേ. ഈ മുടിഞ്ഞ കാരണം എന്റെ കുഞ്ഞിനെ കൊന്നേ. മോളെ, എന്റെ പൊന്നുമോളെ. ഈ മുടിഞ്ഞ കാരണം എന്റെ കുഞ്ഞിനെ കൊന്നേ. നിങ്ങളുടെ മോൻ കുഞ്ഞിനെ കൊന്നു. അയ്യോ കുഞ്ഞാച്ചി, അയ്യോ കുഞ്ഞ, അയ്യോ മോളെ കൊന്നല്ലോടെ. മെമ്പറേ, എന്ത് പറ്റിയ മെമ്പറേ? ഇത് എപ്പോഴാ നടന്നേ? അയ്യോ എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയാന്നോ? എന്റെ ഈശ്വരാ.
എടീ നമ്മുടെ കുഞ്ഞിനെന്ത് പറ്റിയടി? അവൻ നമ്മുടെ കുഞ്ഞിനെ പെട്രോൾ അടിച്ച് ഈ കിടപ്പ് കാണാൻ വേണ്ടിയാണോടി നീ എന്നെ വിളിച്ചത്? അയ്യോ എന്നെ ഞാനും കമ്മയില്ലാണ്ടാക്കിയല്ലോടാ മഹാഭാവി. നിന്റെ മോക്കന്റെ നാട്ടുവാണ്, അവിടെ നാട്ടിൽ ഞാൻ മാറ്റിയടാ. സാറേ, ഞാൻ കുന്നംകുഴി കോളനിയിലെ വാർഡ് മെമ്പറാണേ. എന്റെ മോളെ എന്റെ വീട്ടിൽ കൊണ്ടുവിട്ടാ പോരാ ഭാവി. നീ എന്തിനാ ചെയ്തത് എന്റെ മോളെ? എന്റെ മോളെ പോകാതെ എഴുതിട്ട് പോടാ. സാറേ, പുത്തമ്പുര ഉത്തമന്റെ വീട്ടിലൊരു കൊലപാതകം നടന്നു. എന്താ സാറേ? 12-ാം വാർഡ് പുത്തമ്പുരയിൽ ഉത്തം. പറഞ്ഞ പോലെ തന്നെ സാറേ, ഉത്തമന്റെ മകൻ പ്രജീഷാണ് കൊലപാതകം ചെയ്തത്. വലിയ സാറേ. ഓക്കെ ഓക്കെ. കൊച്ചുങ്ങളെ ഇവന്റെ കൈയും കാലും പിടിച്ച് കെട്ടു കുഞ്ഞുങ്ങളെ. ഓടി വാ. തോർത്തിഞ്ഞെടുക്കേച്ചി, പാല് പിടിയേച്ചി. അടങ്ങി കിടക്കണോ? കൈ കിട്ടരുത്. അടങ്ങി കിടക്കണോ? കുട്ടികന്മാർക്ക് കിടക്കുമ്പോ ഓർക്കുന്നത് ഇവിടെ എന്താ സംഭവിച്ചത്? കുഞ്ഞിന്റെ പറഞ്ഞാളെന്ന് ഞാൻ വന്നപ്പോ കണ്ട് ഇതാ കാണുന്നത്. ഈ കുഞ്ഞിന്റെ പിറന്നാളായിരുന്നല്ലേ? എന്റെ കുഞ്ഞിനെ കത്തിച്ചു കളഞ്ഞു സാറേ. എന്റെ കുഞ്ഞിനെ കത്തിച്ചു കളഞ്ഞു സാറേ. ഞങ്ങൾക്ക് ആരുമില്ലേ, ഞങ്ങൾക്ക് ഇനി ആരുമില്ലേ. അപ്പൊ നിങ്ങൾ ഈ സംഭവം നടക്കുമ്പം ഇവിടെ ഇല്ലായിരുന്നു? രണ്ടുപേരുടെ വഴക്കുണ്ടായി പാവത്തോട്ട് കയറി പോകുന്നത് കണ്ട സാറേ. പിന്നെ ഞാൻ ഇതാ കാണുന്നത്. ഞാനിമോക്ക് അമ്മയില്ലാതാക്കി സാറേ. ഞങ്ങൾക്ക് ഇനി ആരുമില്ല സാറേ. അമ്മ കരയാതെ. സാറേ, ആ പാവം പിടിച്ച കൊച്ചിനെ പെരയിൽ വലിച്ചിട്ടാ ഇവിടെ കൊണ്ടിട്ട് ആ കൊച്ചിനെ ചെള്ളക്ക് അടിച്ചിട്ട് അവന്റെ വണ്ടിയിൽ ഒഴിക്കാൻ വാങ്ങിച്ച പെട്രോളാ അതെടുത്തോണ്ട് വന്ന് അവൻ ആ കൊച്ചിന്റെ തലവഴി ഒഴിച്ച് കത്തിച്ചു. ഒരു പാവം പിടിച്ച കൊച്ചായിരുന്നു സാർ. മര്യാദക്ക് അവിടെ ഇരുന്നോണം. നിങ്ങളെല്ലാം ബോർഡിന്റെ അടുത്തൊന്ന് മാറി നിൽക്കണം. എഴുന്നേൽക്കാൻ പിന്നെ ഞാൻ ഇങ്ങോട്ട് നടക്കണം. പാറു, എടി പാറു, നീ എന്തോ ഓർത്തിരിക്കുക? മോടെ കുഞ്ഞിലത്തെ കാര്യം ഓർത്ത് പോയതാ ചേച്ചി. അന്ന് ഞാനുമോൾ എന്തോ ഉണ്ട്. അന്ന് അച്ഛനും അമ്മയും ഉണ്ടായിട്ടും എങ്ങനെ നടത്തേണ്ട ഒരു പിറന്നാളാ. നീ ഇപ്പഴതൊന്നും ഓർക്കണ്ട, എന്നെ ഓർമ്മിപ്പിക്കല്ലേ ഒന്നും. നീ വേഗം പോയി ഒരുങ്ങി വാ. ശരിയാ ചേച്ചി, ഞാൻ വേഗം പോയി ഒരുങ്ങിയിട്ട് വരാം. വേഗം വരണേ. എൻ്റെ മോള് വിഷമിക്കണ്ട കേട്ടോ, അമ്മയുണ്ട് കൂടെ. അമ്മേ,
അമ്മാമ്മേ നമ്മുടെ കൂടെ കൊണ്ടുപോണ്ടേ? അമ്മ വന്നോളും മോളെ, മോള് വാ. ഞാനുമോളെ എന്റെ ഞാനുമോളെ കൂടെ പാറുവേ ഓടി വാടി നമ്മുടെ ഞാനുമോള് പോയടി. എന്റെ ഞാനുമോളെ എന്നെ വിട്ടുപോയോ മോളെ എന്റെ ഞാനുമോളെ എഴുന്നേക്കടി. അമ്മാമ്മയാണ് വിളിക്കുന്നത്. എന്റെ ഞാനുമോളെ മോളെ. അയ്യോ ലീല ചേച്ചി, എന്റെ ലീല ചേച്ചി, എന്റെ ജാനുമോളെ. അയ്യോ ചേച്ചി, ജാനുമോളും പോയേ. ഓടി വന്നേ.